സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമ്മറാക്കളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ പള്ളിയിൽ ഈത്തിക്കാഫ് കരുതിയും അതിന്റെ പരിസരത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് കൂടിയ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മജ്ലിസാണ് നമ്മൾ ഈ സംഘടിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും എല്ലാം ഉത്ഭവിക്കുന്നത്. അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. എന്നു പറഞ്ഞാൽ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരാനും അള്ളാഹുവിന് നമ്മളോട് പറയാനുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരാനും അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ അള്ളാഹു നിശ്ചയിച്ച അവന്റെ ദൂതരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവർകൾ. ആ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ, അത് നമ്മളെ കൽബിന് ബോധിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കടക്കുകയുള്ളൂ. ശറഹുൽ അഖായിദ് എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസശാസ്ത്ര ഗ്രന്ഥത്തിൽ ഈമാൻ എന്താണെന്ന് നിർവചിച്ചുകൊണ്ട് പറയുന്നത് ഫഅലം അന്നൽ ഈമാന തസ്ദീഖു മാ ജാഅ ബിഹിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഇൻദില്ലാഹി സുബ്ഹാനഹു വ തആല. ഈമാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വാസ്തവമാക്കലാണ്, അംഗീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ബോധ്യം വരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണെന്ന് ബോധ്യം വരണം. ആ ബോധ്യമുണ്ടെങ്കിലേ ആ നബിതങ്ങൾ പറഞ്ഞതൊക്കെ അംഗീകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്നെ പോലെ നിങ്ങളെപ്പോലെ ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ അംഗീകരിക്കണം. പറ്റിയ സ്വീകരിക്കൂലേ, പറ്റാത്തത് തള്ളു. അങ്ങനെ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് കൽപ്പിച്ച ഏത് കാര്യമാണെങ്കിലും അത് നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണം. എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരാണെന്ന നിലക്ക് പറഞ്ഞതാണത്. അത് നമ്മൾ അംഗീകരിക്കണം. അവിടുന്ന് എന്ത് നിരോധിച്ചോ അത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന്റെ പേരാണ് ഈമാൻ. ആ മാനസികാവസ്ഥയുടെ പേരാണ് ഈമാൻ. ഇത് ആദ്യം നമ്മളെ കൽബിൽ രൂപപ്പെട്ടെങ്കിലേ നമുക്ക് ഈമാൻ ഉണ്ടാവൂ എന്നതുകൊണ്ടാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രണ്ടാമൻ തന്റെ ഫതുഹുൽ മുഈനിൽ മാതാപിതാക്കൾ അവരെ മക്കളെ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണെന്ന ചർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് എന്ന് എഴുതി വെക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാതെ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ കഴിയില്ല. നമ്മളാരും പടച്ച തമ്പുരാനെ കണ്ണുകൊണ്ട് കണ്ട് അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടവരാണോ? ഇരിക്കുന്ന ആരെങ്കിലും പടച്ചോനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ കലാമ് നമ്മളെ കാതുകൊണ്ട് കേട്ട് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണോ? നമ്മളാരും പടച്ചോന്റെ കലാമ് കേട്ടിട്ടില്ല. അള്ളാഹുവിനെ തൊട്ട് മനസ്സിലാക്കാനോ രുചിച്ചു മനസ്സിലാക്കാനോ മണത്ത് മനസ്സിലാക്കാനോ നമുക്ക് പറ്റിയിട്ടുണ്ട്?
ഇതല്ലേ മനുഷ്യന്റെ 5 കഴിവുകൾ, പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയണതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഐഹിക ലോകത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം പഞ്ചേന്ദ്രിയാതീതനാണ്. നമ്മളെ ഇന്ദ്രിയങ്ങൾക്ക് നേരിട്ട് അല്ലാഹുവിനെ അനുഭവിക്കാൻ ഈ ഭൂമിയിൽ സാധ്യമല്ല. പിന്നെ അല്ലാഹു ഉണ്ട് എന്നറിയാൻ എന്താണ് നമ്മളെ കയ്യിലുള്ള ഉപകരണം? ബുദ്ധി ഒരു മാധ്യമമാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അല്ലാഹുവിനെ അറിയാൻ ശ്രമിച്ചാൽ അതിന് നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ്? ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തെ നമ്മൾ അകക്കണ്ണുകൊണ്ട് നിരീക്ഷിക്കണം. എത്ര ആസൂത്രിതമായാണ് ഇത് നിർമ്മിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നത്. അതിലേറെ ആസൂത്രിതമായി ഇത് നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. ആസൂത്രിതമായി നിർമ്മിക്കുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഏതൊരു വസ്തുവും യാന്ത്രികമായി ചലിക്കുകയില്ല, ആകസ്മികമായി ഉണ്ടാവുകയും ഇല്ല. അതിനെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്രഷ്ടാവ് അതിന്റെ പിന്നിലുണ്ടാകും. അല്ലാതെ ആസൂത്രിതമായ ഒരു സാധനം അറിയാതെ അങ്ങ് രൂപപ്പെട്ടു പോകുക എന്നത് അസാധ്യമാണ്. അത് നമ്മളെ ബുദ്ധി സമ്മതിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഈ അത്ഭുതകരമായ പ്രപഞ്ചവും അത് തനിയെ ഉണ്ടായതോ തനിയെ ചലിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ല, തികച്ചും ഇതിനെ നിർമ്മിച്ച് നിയന്ത്രിക്കുന്ന അജയ്യനായ ഒരു സ്രഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്. ഇത് നമ്മളെ ബുദ്ധി നമ്മളോട് പറയുന്നുണ്ട്. ാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ശൈഇൻ ഫഅ്ബുദൂഹ്. അവനാണ് നിങ്ങളുടെ റബ്ബ്. അവനല്ലാതെ വേറെ ആരാധ്യനില്ല. അവൻ സർവചരാചരങ്ങളുടെയും സ്രഷ്ടാവാണ്. ആ അല്ലാഹുവിനെ നമുക്ക് നമ്മളെ ബുദ്ധിയിലൂടെ കാണാൻ കഴിയും. എന്നാൽ ആ അല്ലാഹുവിന്റെ നാമങ്ങൾ എന്തൊക്കെയാണ്? ആ അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, സിഫാത്തുകൾ എന്തൊക്കെയാണ്? ആ അല്ലാഹുവിന് നമ്മോട് കൽപ്പിക്കാനും വിരോധിക്കാനുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നും കേവല ബുദ്ധി കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി ഗ്രഹിച്ചെടുക്കാൻ പറ്റുകയില്ല. അതിന് പിന്നെ ആര് വേണം? അല്ലാഹുവിനെ കണ്ട, അല്ലെങ്കിൽ അല്ലാഹുവിനെ കേട്ട, അതുമല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്ന് വഹീ സ്വീകരിച്ച ഒരു ദൂതരുടെ സാന്നിധ്യത്തിലൂടെ അല്ലാതെ അല്ലാഹുവിനെ സമ്പൂർണമായി മനസ്സിലാക്കാനോ അവന് നമ്മോട് പറയാനുള്ളത് ഗ്രഹിക്കാനോ നമുക്ക് വേറെ വഴിയില്ല. ഇതിനു വേണ്ടി അല്ലാഹു അവന്റെയും നമ്മുടെയും ഇടയിൽ വെച്ച ദൂതരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞതാണ്, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഓ പ്രിയപ്പെട്ട നബിയെ, അവിടത്തെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് ഒന്നാമതായി തന്നെ ഷാഹിദ, സാക്ഷിയായിട്ടാണ്. എന്തിന് സാക്ഷി? ബി അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹും ഇല്ല എന്നതിന് നമുക്ക് സാക്ഷി, തെളിവ്, ആധാരം ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളാരും പഠിച്ചോൻ അറിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു അല്ലാഹുവിൽ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ അല്ലാഹനെ കണ്ട, അല്ലെങ്കിൽ കേട്ട, അതുമല്ലെങ്കിൽ വഹിയെങ്കിലും സ്വീകരിച്ച ഒരു ദൂതർ മുഖേനയല്ലാതെ നമുക്ക് അല്ലാഹനെ അറിയാൻ വേറെ വഴിയില്ല. പ്രവാചകന്മാരാണ് അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങൾ. അവരിൽ വഹീ സ്വീകരിച്ചവരാണ് അധികം ആളുകൾ. അപൂർവം ചിലർ വഹീന് പുറമെ അല്ലാഹുവിൽ നിന്ന് കേൾക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വഹീ മുഖേന അല്ലാഹു ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താൻ ശേഷിയുള്ള ആളായതിനു പുറമെ അല്ലാഹുവിനെ കേട്ട് അല്ലാഹു ഉണ്ട് എന്ന് ബോധ്യം വന്ന ആളുകൂടിയാണ്. എന്നാൽ ഇത് രണ്ടിനും പുറമെ
പടച്ച തമ്പുരാനെ നേരിൽ കണ്ട് സാക്ഷ്യം വഹിക്കാൻ കൂടി കഴിവുള്ള നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിം മിനൽ ളുലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വബിത്ത തർഖാ ഇലാ അന്നിൽ തമൻസിലതൻ മിൻ ഖാബി ഖൗസൈൻ ലം തുദ്റക് വലം തുറമി. പരിശുദ്ധ ഹറം ഷരീഫിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിലേക്കും തുടർന്ന് സപ്താകാശങ്ങളും താണ്ടിക്കയറി സിദ്റത്തുൽ മുന്തഹ കടന്ന് ബഹ്റുന്നൂറിലൂടെ സഞ്ചരിച്ചു ചെന്ന് യജമാനനായ റബ്ബിനെ നേരിൽ കണ്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാണ് ഈ പ്രപഞ്ചത്തെ പടച്ച അല്ലാഹു 41 സിഫത്തുകളുള്ള സർവശക്തനായ റബ്ബുൽ ഇസ്സത്താണ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത്. അതിനുവേണ്ടിയാണ് അല്ലാഹു നബി അയച്ചത്. വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നമ്മെ ക്ഷണിക്കാൻ അല്ലാഹു നിയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആരംഗീകരിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാന്ന് അംഗീകരിക്കണം. എന്നിട്ട് നമുക്ക് അള്ളാഹുവിൽ വിശ്വാസം ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഈ മജ്ലിസ് മലക്കുകളുള്ള മജ്ലിസാണ്. നമ്മുടെ ജമാഅത്ത് മലക്കുകൾ പങ്കെടുക്കുന്ന ജമാഅത്താണ്. പ്രമാണങ്ങൾ തെളിയിച്ച കാര്യമാണ്. നമ്മൾ ആരെങ്കിലും മലക്കിനെ കണ്ടോ, കേട്ടോ, തൊട്ടോ, മണത്തോ, രുചിച്ചോ? ഇല്ല. അവർ പഞ്ചേന്ദ്രിയാതീതരാണ്. സാധാരണ മനുഷ്യർക്ക് ഗോചരീഭവിക്കുന്നവരല്ല അവർ. എന്നാൽ മലക്കുകൾ ഉണ്ടോ എന്നൊരു സംശയം നമ്മളെ മനസ്സിൽ തോന്നിയാലോ നമ്മളെ ഈമാൻ അതോടെ നഷ്ടപ്പെട്ടു പോകും. കാരണം പരിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ നമ്മളിലേക്ക് വന്ന മാർഗമാണ് മലക്കുകൾ. ആ മലക്കുകൾ ഉണ്ടെന്ന് അടിയുറച്ച് വിശ്വസിച്ചെങ്കിലേ നമ്മൾ മുസ്ലിമാവൂ. എന്നാൽ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ എന്ത് തെളിവാണ് നമ്മളെ കയ്യിലുള്ളത്? അതിന്റെയും ആധാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തുനബിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതും കേട്ടതും. വലഖദ് റആഹു നസ്ലതൻ നുഖറാ ഇൻദ സിദ്റത്തിൽ മുന്തഹ. ഒന്നിലേറെ തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ച അതേ രൂപത്തിൽ തന്നെ 600 ചിറകുകളോടെ നേരിൽ കണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങൾ പറഞ്ഞിട്ടാ മലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. മുഹമ്മദ് നബി തങ്ങൾ അള്ളാന്റെ റസൂലാന്ന് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ മലക്കളിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തൂല. സ്വർഗവും നരകവും കണ്ടതാരാ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളാരും കണ്ടോ? ഖബറിൽ അദാബ് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളാരും പോയി കണ്ടോ? ആരെ പറഞ്ഞു? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാളെ മഹ്ശർ വരാനുണ്ട്. അവിടെ മീസാനുണ്ട്, സിറാത്തുണ്ട്, ഹൗലുൽ കൗസറുണ്ട്, വിചാരണയുണ്ട്. ഇതൊന്നും നമ്മൾ അനുഭവിച്ച കാര്യങ്ങളല്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്. ആ പറഞ്ഞതൊക്കെയും ശരിയാണെന്ന് വിശ്വസിക്കുന്നതിന്റെ പേരാണ് ഈമാൻ എങ്കിൽ ആ നബി തങ്ങൾ അള്ളാന്റെ ദൂതരാണ് എന്ന് ആദ്യം ബോധ്യം വരാതെ ഈ ഈമാനിന്റെ ഒരു കാര്യവും നമ്മളെ കൽബിൽ ഉറക്കൂല. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. നബി തങ്ങളെ മേലിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങണം. എന്തുകൊണ്ടാ? അതാണ് ഞാരായ വേര്. അവിടുന്ന് വേണം ഈമാനിന്റെ വെളിച്ചം കൊളുത്തിയെടുക്കാൻ. അതുകൊണ്ടാ അല്ലാഹു വസിറാജം മുനീറാ, ജ്വലിക്കുന്ന വിളക്കായിട്ടാണ് നബി അയച്ചത്. ഏത് വിളക്കാണ്? ഈമാന്റെ പ്രകാശം. ആ പ്രകാശത്തിൽ നിന്നാണ് ഈമാൻ നമ്മൾ കൊളുത്തിയെടുക്കേണ്ടത്.
അതിനെന്തു വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് നമുക്ക് ബോധ്യം വരണം. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ?